കോഴിക്കോട് കുറ്റ്യാടി തൊട്ടിൽപാലം ചൂരണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ ഇന്ന് മയക്കുവെടി വയ്ക്കും. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ആനക്കുട്ടിയെ മയക്കുവെടി വയ്ക്കാൻ വയനാട്ടിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഗൂഗിൾ, എന്തായിരിക്കും വനംവകുപ്പിന്റെ ഒരു ആക്ഷൻ പ്ലാൻ? കഴിഞ്ഞ 6 ദിവസമായി കുറ്റ്യാടിയിലെ വിവിധ മേഖലകളിൽ ഈ കാട്ടാന നാശം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അക്രമത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീടിന് മുമ്പിൽ നിൽക്കുകയായിരുന്ന ദമ്പതികൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത്. പിന്നീടും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലും അവിടുന്ന് ആനയെ തുരത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. പ്രദേശത്ത് ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ഈ ആനയെ തുരത്താത്തതിൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഇന്ന് ആനയെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനമായിട്ടുള്ളത്. വയനാട് നിന്നുള്ള അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അജീഷിന്റെ നേതൃത്വത്തിലായിരിക്കും ആനയെ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കുറ്റ്യാടിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനയെ വെടിവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, ആനയെ വെടിവെച്ച് കഴിഞ്ഞാൽ അതിനെ വാഹനത്തിലേക്ക് കയറ്റാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് DFOയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയത്ത് തന്നെ അവിടെ RRT സംഘത്തിന്റെയും എലഫന്റ് സ്ക്വാഡിന്റെയും ഒക്കെ നിരീക്ഷണവും ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പെരുവണ്ണാമൊഴിയിൽ നിന്നും താമരശ്ശേരിയിൽ നിന്നുമുള്ള RRT സംഘമാണ് അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വയനാട് നിന്നുള്ള എലഫന്റ് സ്ക്വാഡും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ, ആനയെ വാഹനത്തിലേക്ക് കയറ്റാൻ തക്കതായ ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ, ആ പ്രദേശത്തേക്ക് ആനയെ കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടക്കും. അതോടൊപ്പം തന്നെ വയനാട് നിന്നുള്ള അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അജീഷ് അല്പസമയത്തിനകം തന്നെ കുറ്റ്യാടിയിലേക്ക് എത്തുകയും ചെയ്യും. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്.